ദിവ്യദർശനം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. സങ്കല്പ ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ആസ് യു തിങ്ക് സോ യു ബിക്കം. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾ ആയിത്തീരും എന്ന് പറയാറുണ്ട്. എന്നാൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആയിത്തീരാൻ എങ്ങനെ ചിന്തിക്കണം, അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ എന്നത്തെയും പോലെ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മുടെ ദിവ്യദർശനം ടോപ്പിക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സങ്കല്പ ശക്തിയിലാണ്, അഥവാ ലോ ഓഫ് അട്രാക്ഷനിലാണ്. ഒരുപക്ഷെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അറിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ ആവുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേ നമ്മൾ പലതും ചിന്തിച്ചിട്ടും ആയിട്ടില്ല. അതെന്തുകൊണ്ടാവുന്നില്ല എന്ന ചോദ്യം നോക്കുകയാണെങ്കിൽ പലർക്കും അതിന് ഉത്തരവും കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചല്ലോ, പക്ഷെ ഞാൻ ആവുന്നില്ല. അതാണ് എല്ലാവർക്കുള്ള സംശയം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആവാത്തത്? പലത് കാര്യങ്ങൾ നമ്മൾ ആവുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം എന്നതിനെ പറ്റിയൊരു ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റും? തീർച്ചയായിട്ടും തരാം. പക്ഷേ ഇതിൽ 2-3 കാര്യങ്ങൾ പറയേണ്ടി വരും. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ വിൽ ട്രൈ. ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം. ആകർഷണ നിയമം അഥവാ ആകർഷണ തത്വം നമുക്ക് പറയാം. ഏത് ചിന്തകൾ എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നോ അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നതാണ് ആകർഷണ തത്വം പറയുന്നത്. അതുകൊണ്ടാണ് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയുന്നത്. ഏത് കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ സത്യമായിട്ട് മാറുന്നുള്ളതാണ്. അത് നടക്കുന്നില്ല എന്നുള്ളത് ശരിയല്ല. എല്ലാവരും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്ന കാര്യം നമുക്ക് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭൂഗുരുത്വാകർഷണ നിയമം. ഭൂഗുരുത്വാകർഷണ നിയമം ഇപ്പോൾ ഭൂമി എന്നെ താഴേക്ക് ആകർഷിക്കുന്നുണ്ട്. ഞാൻ ഈ കാല് വെച്ചപ്പോൾ ഇവിടെ ആകർഷിച്ചു, ഈ കാല് വെച്ചപ്പോൾ ഇവിടെ ആകർഷിച്ചു. ഇങ്ങനെ നമ്മൾ ഓർത്തിട്ടൊന്നും അല്ലല്ലോ അത് അപ്ലിക്കബിൾ ആവുന്നത്. അതുള്ളതാണ്, ആ കാര്യം ഓട്ടോമാറ്റിക് നടക്കുന്നു. ഭൂഗുരുത്വാകർഷണത്തെ നിങ്ങൾ മറന്നു കരുതി നിങ്ങൾ പറന്നു പോകാനൊന്നും പോകുന്നില്ല. അത് അപ്പോഴും അവിടെ അപ്ലിക്കബിൾ തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞപ്പോഴും അറിയാത്തപ്പോഴും അത് അപ്ലിക്കബിൾ ആണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ എൻ്റെ ഉള്ളിൽ നടക്കുന്നു നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രം. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മഹാത്മാക്കൾ പറഞ്ഞ വചനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയുന്നുണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഈസ് ദ ട്രൂത്ത്. എൻ്റെ സ്വന്തം അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലത്തൊരു അനുഭവം, പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് കുറച്ച് ഭക്തി കൂടുതലൊരു കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അമ്മ, അച്ഛൻ എല്ലാവരും ചേർന്നിരുന്ന് സത്സംഗം വീട്ടിൽ സ്ഥിരമായിരുന്നു. ഒന്നുകിൽ നാമജപം അല്ലെങ്കിൽ പാരായണം. അതിൽ ഭാഗവതമായിരുന്നു വീട്ടിൽ ഏറ്റവും കൂടുതൽ തവണ വായിച്ചിരുന്നതായിട്ടുള്ള ഗ്രന്ഥം. ഭാഗവതത്തിൽ ധ്രുവൻ എന്ന കഥാപാത്രം കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയതായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ആ കുട്ടി ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പോയി കാട്ടിൽ പോയി തപസ്സനുഷ്ഠിച്ചു, ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടി എന്നൊക്കെ കേട്ടപ്പോൾ ആ കുഞ്ഞായിരിക്കുന്ന എൻ്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു. 13ാമത്തെ വയസ്സിൽ ധ്രുവന്, 13ാമത്തെ വയസ്സെന്നല്ല, പിന്നെ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് 6ാമത്തെ 7ാമത്തെ വയസ്സിലൊക്കെ ആയിരുന്നു എന്നൊക്കെ. പക്ഷെ അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞത് 13ാമത്തെ വയസ്സിൽ ധ്രുവന് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയെന്നാണ്. അപ്പം ഞാൻ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പം അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നും ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോവുക, ഒന്നിച്ചാണ് സ്കൂളിൽ നിന്ന് വരിക. സ്കൂളിൽ എൻ്റെ ഒരു കന്യാസ്ത്രീ കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞങ്ങൾ സിസ്റ്റർ ആണെങ്കിൽ കുറച്ച് വൈകിട്ട് ഞങ്ങളെ വിടുള്ളൂ. ക്ലാസ് കഴിഞ്ഞ ശേഷം എന്നും ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടം മുഴുവൻ എന്തൊക്കെയോ സംസാരിക്കും. സ്കൂൾ വിട്ട് വിടുത്തണവരെ എത്രയൊക്കെ വർത്തമാനങ്ങൾ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ വീട്ടിലാണെങ്കിൽ ഭക്തി അല്ലെങ്കിൽ പഠനമൊന്നും ഇല്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്നും പഠനം ഭക്തിയൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ, കേട്ട കഥകൾ, ഇങ്ങനെ ഷെയറിങ്സ് നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. അതിലിടയ്ക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ ആശ അവളോട് പറഞ്ഞു, നോക്ക്, എനിക്കിങ്ങനെ 13ാമത്തെ വയസ്സിൽ തപസ് ചെയ്യാനുള്ളൊരു വഴി കാണണമെന്ന് ഞാൻ, എൻ്റെ അന്നത്തെ ഇഷ്ടദൈവം കൃഷ്ണനായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഞാൻ കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൊരു വഴി എനിക്ക് കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനോടാണല്ലോ മനസ്സിലാഗ്രഹങ്ങൾ. വീട്ടിൽ ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവളുടെ അടുത്താണ് എൻ്റെ മനസ്സൊക്കെ തുറക്കുമായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്കൂളിൽ പള്ളിയിൽ പോയിട്ട് ആരും കാണാതെ ഒറ്റക്കാലം നിന്ന് തപസ് അനുഷ്ഠിക്കാനൊക്കെ നോക്കി ദേവി ഭാഗവത്തിൻ്റെ മന്ത്രമൊക്കെ എടുത്തിട്ട്.
പക്ഷേ അതൊന്നും നടന്നില്ല, ഒറ്റക്കാലം പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് കൈ ധ്യാനമുദ്രയിലൊക്കെ പിടിച്ചു ചെയ്യാനൊക്കെ ഒരു പരിശ്രമമൊക്കെ തുടങ്ങി വെച്ചു. അങ്ങനെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ശ്രീം ഹ്രീം ക്ലീമയും കമലാവാസിനെയും സ്വാഹ എന്നുള്ള മന്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടയം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു വട്ടിട്ട് പോയിട്ട് അവിടെ ദേവിയുടെ വിഗ്രഹം രൂപം കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ അന്ന് ഉൾക്കൊണ്ടു. അങ്ങനെ മനസ്സിൽ ദേവീനെ കണ്ടിട്ട് വേണം അത് പറയാനെന്നൊക്കെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ദേവിയുടെ രൂപം കണ്ട് ഞാനിങ്ങനെ അതിൽ ജപിച്ച് കുറച്ച് മുഴുകിപ്പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ കാലിൽ ഇങ്ങനെ മാന്തി വിളിച്ചു. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആ പള്ളി ഹാളിലുള്ളൂ. അപ്പോൾ ഭയങ്കര സൈലൻസ് ആണല്ലോ അവിടെ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ എൻ്റെ കാലുമങ്ങനെ മാന്തിയപ്പോൾ. അപ്പോൾ ചോദിച്ചു, അല്ല നമുക്ക് അഥവാ നീ പറയുന്നുണ്ടല്ലോ 13ാമത്തെ വയസ്സിൽ നിനക്ക് തപസ്സിനുള്ള വഴി കിട്ടണമെന്ന്, അഥവാ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല നമുക്ക് എന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ ധ്യാന പരിപാടി ആരംഭിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ വിളിച്ചു ചോദിച്ചു, എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ പറഞ്ഞു, നമുക്ക് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാം. എന്താ ആത്മഹത്യ ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ അവൻ്റെ കൂട്ടുകാരിക്ക് തന്ന ഗൈഡൻസ് അതായിരുന്നു. അപ്പോൾ എനിക്ക് ആത്മഹത്യ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് എവിടുന്ന് ഒരു പേടിയായിപ്പോയി. അപ്പം നമുക്ക് പോവാൻ മതി തപസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും പോകുന്നു, കളിക്കാൻ വന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയി ഞങ്ങളുടെ പരിശ്രമം ആരംഭിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക? അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു, നോക്ക്, അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എന്തോ ഒരു പ്രകടനമോ ജയോ എന്തൊക്കെ നിറയെ ചുവന്ന പേപ്പർ അലങ്കരിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ പേപ്പർ എടുത്ത് കൈയൊക്കെ ഇങ്ങനെ കളറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറാക്കിയപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു പോലും, പോയി കൈ സോപ്പിട്ട് കഴുകിയിട്ട് വാ, അതല്ലെങ്കിൽ വിഷമാണിതെന്ന് പറഞ്ഞു. അപ്പോൾ അവളത് മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്, വിഷമാണ് ചുവന്ന കടലാസ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചുവന്ന പേപ്പർ തിന്ന് ചാവാമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് കുറേയും കൂടെ പേടിയായി. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, കണ്ണൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു പോന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോവും, ചിലപ്പോൾ ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങൾ ഇതുകൾ, അങ്ങനെ ഓരോരോ രീതികളിൽ ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള പല പരിശ്രമങ്ങളും ചെയ്ത് കാലം കടന്നുപോയി. കാലം കടന്നു +2 പഠിക്കുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ കുറച്ചുകൂടെയൊക്കെ സ്പിരിച്വലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലൈഫ് എൻ്റെ ലൈഫിലും വന്നു. കുറച്ചുകൂടെ ഭൗതിക ലോകത്തെ ആകർഷണങ്ങളും മോഹങ്ങളൊക്കെ ആയിരുന്നു അവളുടെ. രണ്ട് വഴിക്ക് ഞങ്ങൾ പിരിഞ്ഞു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 13ാമത്തെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചത് ബ്രഹ്മകുമാരി സെൻറ്ററിൽ വെച്ചാണ്. മീൻസ് അന്ന് അതൊരു സെലിബ്രേഷൻ ആക്കാൻ കാരണം തന്നെ ഞാൻ അന്ന് കോഴ്സ് കഴിയുമ്പോൾ ഭഗവാൻ നമ്മൾ പഠിപ്പിച്ച പാഠം ഒരു പുതിയ ജന്മമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അലൗകിക ബർത്ത്ഡേ നമ്മൾ പറയും, 7 ദിവസം കോഴ്സ് കഴിഞ്ഞ് ഒരു പുതിയ ബർത്താണ് നമുക്ക്. ആ ഒരു ബർത്ത്ഡേ കുറിച്ച് സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇന്ന് 13ാമത്തെ പിറന്നാളാണ്. ഞാൻ എത്രയോ കാലമായിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, 13ാമത്തെ പിറന്നാൾ ദിവസം എനിക്ക് പിറന്നാളാകുമ്പോൾ എനിക്ക് തപസ്സിനൊരു വഴി കാണിച്ചു തരണം. അപ്പോൾ അങ്ങനെ എനിക്ക് മെഡിറ്റേഷൻ പഠിക്കാനായി, എനിക്ക് ഭഗവാനെ ധ്യാനിക്കാനായി, അങ്ങനെ തപസ്സിനുള്ളൊരു വഴി എൻ്റെ മുന്നിൽ തുറന്നു കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് എനിക്ക് ആ ക്ലാസ് എടുത്ത സിസ്റ്ററോട് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അങ്ങനെയൊക്കെയാണോ, എന്നാൽ നമുക്കത് വലിയ സെലിബ്രേഷൻ ആക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചക്കപ്പായസം, മെലൂഷൻ, അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ 13ാം പിറന്നാൾ ആശ്രമത്തിൽ ആഘോഷിച്ചു അന്ന്. അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് കുട്ടിയായിരിക്കണം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തറിയാം ലോ ഓഫ് അട്രാക്ഷൻ? ഒന്നും അറിയില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് സത്യമാവുന്നു വല്ലതും നമുക്കറിയോ? കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് പോലും അറിയാതെ നിരന്തരമായി ഉണ്ടായതായിട്ടുള്ള സങ്കല്പധാര എൻ്റെ 13ാം പിറന്നാൾ ഞാൻ ആഘോഷിച്ചത് ആ തപസ്സിൻ്റെ മാർഗം ഭഗവാൻ എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ്. അതേസമയം എൻ്റെ കൂട്ടുകാരിയുടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടും നോക്കി അന്ന് എൻ്റെ കൂട്ടുകാരി കണ്ടതായിരിക്കുന്ന തോട്ട് എന്തായിരുന്നു? ഈ കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാം. മീൻസ് സൊല്യൂഷൻ എന്താ കണ്ടെത്തിയത്? നെഗറ്റീവ്, ആത്മഹത്യ. കാലം കടന്നുപോയി, അവളെ മാരേജ് കഴിഞ്ഞു. എങ്ങനെയോ സ്പെഷ്യൽ മെത്തേഡിലൊക്കെയാണ് അവൾക്ക് മക്കളുണ്ടായത്. അപ്പോൾ അവളെ ഹസ്ബൻഡും അവളും തമ്മിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായി. ആ ക്ലാഷിൽ അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു, തൂങ്ങി മരിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഒരു ഭാഗത്ത് ഇന്ന വയസ്സിൽ എനിക്ക് ഇത് കിട്ടണം എന്നുള്ളതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്, മറുഭാഗത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്. രണ്ടും മനുഷ്യൻ്റെ മനസ്സിലെ സങ്കല്പമാണ്. നിരന്തരമായി പ്രവഹിച്ചതായിട്ടുള്ള സങ്കല്പം പോസിറ്റീവും സഫലമായി, നെഗറ്റീവും സഫലമായി. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് സത്യമാകും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ, ഈ ബ്രഹ്മകുമാരി ആയ ശേഷം, സറണ്ടർ ആയ ശേഷമുള്ള ജീവിതത്തിലും, അതിനു മുന്നേ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ലൈഫിലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളെ, ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്നത് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാത്രം, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഇത്രയും പഠിച്ചത്. പക്ഷെ അതിന് മുന്നേ എത്രയോ കാലം കടന്നു പോകുന്ന ഓരോ ഘട്ടത്തിലും നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ട്, ഈവൻ ഒരു റെൻറ്റിന് ഒരു നമ്മുടെ സെൻറ്റർ നടത്താൻ വേണ്ടി റെൻറ്റ് ബിൽഡിംഗ് വേണമായിരുന്നു.
ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ ഒക്കെ കണ്ണൂർ റോട്ടിൽ വണ്ടി നിർത്തുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ ഒരു ബോർഡ് ചിരിയുടെ തമ്പുരാൻ എന്നൊരു നാടകത്തിൻ്റെ ബോർഡ് ആ ഒരു ബിൽഡിംഗ് നടക്കുന്ന ബിൽഡിംഗ് ആയിരുന്നേ. ഓൾറെഡി അവിടെ ഉണ്ട് റെൻറ്റിന് ആളുകൾ. ആ ബോർഡ് കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ ബോർഡ് വെക്കാൻ പറ്റിയ എല്ലാവരും ബസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ ബോർഡ് കാണുമായിരുന്നു, കുറേ ആൾക്ക് മെസ്സേജ് കിട്ടുമായിരുന്നു, ബോർഡ് തന്നെ മെസ്സേജ് ആവും എന്നൊക്കെ ഞാനൊരു 2-3 മാസം ഇങ്ങനെ നിർത്തുമ്പോൾ ആ ബോർഡ് കണ്ടൊക്കെ തോട്ടൻ്റെ മനസ്സിൽ വരുമായിരുന്നു. 5ാമത്തെ മാസം ഞങ്ങൾ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു വരുമ്പോൾ പറഞ്ഞു ചുങ്കത്ത് തന്നെ അവിടെ ഒരു വീടുണ്ട്, ആ വീട് നിങ്ങൾക്ക് കാണിച്ചില്ല. ഞാൻ പോയി നോക്കുമ്പോൾ സെയിം വീട്. ആ വീട്ടിലേക്ക് വന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു 2 വീട് അപ്പുറത്തായിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നുവെന്ന്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മാറിയേ പറ്റൂ, ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ. അവിടെ നിന്ന് മാറണം നിശ്ചയിച്ചപ്പോൾ എന്നോട് പറയുന്നു അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ട്, അവിടേക്ക് മാറാമല്ലോ. ഞാൻ എത്ര തവണ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടാണ് ലോ ഓഫ് അട്രാക്ഷൻ അറിയാതെ സംഭവിക്കുന്നത്. അന്നൊന്നും ഇത് അറിഞ്ഞുകൊണ്ട് ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, എനിക്ക് ഈ ബിൽഡിംഗ് കിട്ടണം വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ നിരന്തരമായി ചിന്തിച്ചു, അത് സത്യമായി, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. മീൻസ് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിലില്ല. അത് ഉറപ്പിച്ച കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല, അതാണ് അടുത്ത ചോദ്യം. അതെ, അതാണ് മെയിൻ ചോദ്യം. അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ സംശയമാണ്. എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും, ഈ ഒരു വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ വീട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എൻ്റെ മൈൻഡിനുള്ളിൽ വന്നിട്ടേ ഇല്ലായിരുന്നു. 13ാമത്തെ വയസ്സിൽ എനിക്ക് ഭഗവാനെ നിന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെന്നുള്ള എൻ്റെ കൂട്ടുകാരുടെ മൈൻഡിൽ ചിന്ത വന്നു. അപ്പോഴും എൻ്റെ മനസ്സ് ഉത്തരം കൊടുത്തു, ഭഗവാൻ വഴി കാണിച്ചു തരും എന്ന് തന്നെ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സങ്കല്പത്തിൽ നമുക്കുള്ള ഫെയ്ത്ത്, എനിക്ക് ആ കാര്യം നടക്കണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കതിലുള്ളതായിട്ടുള്ള വിശ്വാസം, അതിലുള്ളതായിരിക്കുന്ന എൻ്റെ ഉറച്ച ദൃഢനിശ്ചയം, അതിൻ്റെയൊക്കെ ആധാരത്തിലാണ് നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ 2 അസ്ത്രം നമ്മൾ അയക്കുമ്പോൾ ഒരാൾ തന്നെ ഒരസ്ത്രം അവിടെ നിന്ന് അയച്ചു, ഒരസ്ത്രം ഇവിടെ നിന്ന് അയച്ചു എങ്കിൽ ഏത് അസ്ത്രം എത്ര തീക്ഷ്ണമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അതിനെ അയച്ചോ ആ പോയിന്റിൽ പോയിട്ട് അത് കൂട്ടിമുട്ടുകയും ചെയ്യും. അത് ചിലപ്പോൾ അങ്ങോട്ടേക്കും ആ നടുവിലെ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്കും പോയേക്കാം, ഇങ്ങോട്ടേക്കും പോയേക്കാം. നെഗറ്റീവാണ് കൂടുതൽ പവർഫുൾ എങ്കിൽ നെഗറ്റീവ് വേഗം ഒക്കറിയും, പോസിറ്റീവ് ആണ് എങ്കിൽ പോസിറ്റീവ് ഒക്കറിയും. അതുകൊണ്ടാണ് പലപ്പോഴും പലരും ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവണം എന്നൊക്കെ കരുതി ഞാൻ സങ്കല്പിച്ചു, ചെയ്തു, അതിന് നേരെ വിപരീത റിസൾട്ട് ഉണ്ടായി എന്ന് പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ നെഗറ്റീവ് കൂടുതൽ ഫാസ്റ്റായി പോകുന്നുണ്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ ഉപബോധ മനസ്സുകളൊരു കളിയാണ്, അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവ തമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കിയാലാണ് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട് കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ പോസിറ്റീവിൽ ഒരിക്കലും നെഗറ്റീവ് മിക്സ് ആവാതിരുന്നാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു കാര്യം എന്താ പറയുക, പലരും പറയാറ് ഞാനത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു, പക്ഷേ എന്നിട്ടും എനിക്ക് ഓപ്പോസിറ്റ് നടന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു റിലേഷൻ, തകർന്ന റിലേഷൻ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ കുറച്ച് പ്രശ്നമുണ്ടായി. ഇപ്പം ഞങ്ങൾ പരസ്പരം വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്നില്ല, വൈഫ് എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് ആ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചു എന്നൊക്കെ ഹാപ്പി എന്നൊക്കെ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചോളൂ. പക്ഷേ ഒരു ഇമേജ്, ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഉള്ളിൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ളതായിട്ടുള്ള റിലേഷനിൽ ഒരുപാട് കാലം ഞാൻ വിഷമിച്ച ഒരാളാണെന്ന് വിചാരിക്കൂ. എന്തായാലും പരസ്പര സംഘർഷം ഉണ്ടാകുമ്പോഴും പിരിയുമ്പോഴും ഒക്കെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുമല്ലോ. അപ്പം ഞാൻ ആ ഭർത്താവിനെ ഓർക്കുന്ന സമയത്ത്, ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി, വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഭർത്താവിനെ ഓർക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ റിലേറ്റഡ് ആയിരിക്കുന്ന തോട്ട്സ് വരുന്നത് അവരൊന്നിച്ചതായിട്ടുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന മെമ്മറീസ് ആണ് എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചേക്കാവുന്നതാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം, സബ് കോൺഷ്യസ് മൈൻഡിന് എന്ത് കാരണം കൊണ്ട് നിങ്ങൾ അത് പറഞ്ഞപ്പോഴും ഇവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വിഷമം, ഇവരിങ്ങനെ പറഞ്ഞപ്പോഴേ വിഷമമുള്ളൂ, അതിൽ വിഷമില്ല എന്നില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് എന്തേ അറിയുള്ളൂ, അതൊരു ഇമേജ് കാണുന്നു, ഒരു ചിത്രം കാണുന്നു, മനച്ചിത്രം. ആ മനച്ചിത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് അതിൻ്റെ ഉള്ളിൽ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ച്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഒരുമിച്ച്, അല്ലെങ്കിൽ എൻ്റെ പിരിഞ്ഞ ബന്ധം എന്താണെങ്കിലും ആ ബന്ധത്തെ ഞാൻ ഓർക്കുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന മെമ്മറീസ് ആണ് കൂടുതലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പറയുന്നത് നിങ്ങൾക്ക് ദുഃഖം തരുന്നതാണ്, ഇത് വേണ്ട എന്നാണ്. അപ്പോൾ വേണം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പോലും അതിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നത് അത് വേണ്ട എന്നാണ്. ദുഃഖം നെഗറ്റീവ് ആണല്ലോ,
നെഗറ്റീവ് കൊണ്ട് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചു പോയൊരു കാര്യത്തിന് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മളുള്ളതായിട്ടുള്ള നെഗറ്റീവായിരിക്കുന്ന മെമ്മറീസിനെ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ആ ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ട് അതിലെ ഫീലിംഗ് പാർട്ടിനെ, മെമ്മറീസ് പോകാന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ലൈഫിലുണ്ടായ ആഴത്തിൽ നമ്മൾ വേദനിച്ചതോ സന്തോഷിച്ചതോ ഏത് മൊമെൻറ്റോ ആയിക്കോട്ടെ, മറക്കുക എന്ന് നമ്മൾ പൂർണ്ണമായി മറക്കുമോ? ഇല്ല. അത് ഓർമ്മ അവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിൻ്റെ ഫീലിംഗ് പാർട്ടിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫീലിംഗ് പാർട്ടിനെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കളഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മെമ്മറീസിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പറ്റും. അതായത് ആ വ്യക്തിയുമായിട്ട് എന്തെല്ലാം തോട്ട്സ് ഉണ്ടോ അതിന്റെ ഫീലിംഗ് നമ്മൾ ഇല്ലാതാക്കണം. നെഗറ്റീവ് ഇല്ലാതാക്കണം, പോസിറ്റീവ് ആക്റ്റീവ്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സിനെ ഇല്ലാതാക്കണം. എന്നിട്ട് പോസിറ്റീവ് തോട്ടിനെ മാത്രം ഓർമ്മിച്ച് ശക്തിശാലിയാക്കണം. എങ്കിൽ മാത്രമാണ് അവരോട് നമ്മൾ പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. എങ്കിലേ അത് പിന്നീട് പോസിറ്റീവായിട്ട് മാറുള്ളൂ. കാരണം വൈബ്രേഷൻ മാത്രമാണ് വർക്ക് ചെയ്യുന്ന സാധനം. അതെ അതെ, വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. ആ വൈബ്രേഷൻ അവരുള്ളിൽ പോവുകയും ചെയ്യും, പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതർവൈസ് നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ പോവുകയും ചെയ്യും, നെഗറ്റീവ് റെസ്പോൺസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചതിന്റെ വിപരീതം നടന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നന്നാവണം എന്നാണ്, പക്ഷെ ഓട്ടോമാറ്റിക് എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത നെഗറ്റീവ് ആയതുകൊണ്ടും ആ വൈബ്രേഷൻ പോയി ക്യാച്ച് ചെയ്ത് അത് തിരിച്ച് വരുമ്പോൾ നെഗറ്റീവായിട്ട് റിസൾട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലിയുടെ കാര്യമാണെങ്കിലും ധനത്തിൻ്റെ കാര്യമാണെങ്കിലും, സ്പെഷ്യലി ഞാൻ പൈസ ഒരു റിച്ച് ആണെന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഉള്ളിനുള്ളിൽ ഞാൻ പൈസ ഇല്ലാത്ത ഒരാളാണ് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ധനം നെഗറ്റീവായിട്ട് മാറും. അത് ഇത് അപ്ലൈ ചെയ്യാൻ ഓരോ ഫാക്ടറിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ ഓരോ രീതി തന്നെയുണ്ട്. അപ്പോൾ ശരിക്കും പോസിറ്റീവ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവിൽ ഒരിക്കലും നെഗറ്റീവ് കലരാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാത്രമായിരിക്കണം. ബട്ട് അവിടെയാണ് ഏറ്റവും വലിയ റിസ്കി ഫാക്ടർ അവിടെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. കാരണം ഒരാൾക്ക് പോസിറ്റീവ് തോട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ എന്തും നേടാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് തോട്ടാണ് അതിൻ്റെ ബീജം എന്ന് നമുക്ക് മനസ്സിലായി. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബാക്കിയുള്ള സീരീസ് നമുക്ക് തീർച്ചയായും വേണം. ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു പോയി. എന്തായാലും വളരെ മനോഹരമായിരുന്ന ഒരു എക്സ്പ്ലനേഷനായിരുന്നു. ഒരു പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണിത്. അതുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾക്ക് തന്ന സിസ്റ്റർക്ക് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ മനഃപൂർവ്വം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലർക്കും അതൊരു പരാജയമായി മാറാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ നിരാശരായി മാറാറുമുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.